ഹായ്, ആൽഫ്രഡ് കുര്യൻ ജോസഫിൻ്റെ സംവിധാനത്തിൽ കഴിഞ്ഞ വർഷം അവസാനത്തോടുകൂടി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫാമിലി ഡ്രാമ സിനിമയായിരുന്നു ഫിലിപ്സ് എന്നുള്ളത്. തിയേറ്ററുകളിൽ അത്യാവശ്യം പോസിറ്റീവ് റിപ്പോർട്ടൊക്കെ കിട്ടിയ സിനിമ തന്നെയാണ്. എന്നാൽ സാഹചര്യവശാൽ ഈ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് മിസ്സായ ഒരു ചിത്രമാണ്, അല്ലെങ്കിൽ കാണാൻ സാധിച്ചില്ലായിരുന്നു. എന്തായാലും സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈം വഴി പുറത്തിറങ്ങിയിട്ടുണ്ട്, അങ്ങനെയാണ് കാണാൻ സാധിച്ചതും. അപ്പോൾ എന്തായാലും സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രത്തെ മുകേഷ്, നോബിൽ ബാബു തോമസ്, നവാനി ദേവനാഥ്, ക്യൂൻ വിപിനൊക്കെ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഇന്നസെൻ്റ് ഏട്ടനൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചിത്രം കൂടിയാണ് ഈ ഒരു ഫിലിപ്സ് എന്നുള്ളത്. സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ഗൃഹനാഥൻ, അദ്ദേഹത്തിൻ്റെ പേര് എന്നുള്ളത് ഫിലിപ്സ് എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിന് ഒരു മകനും രണ്ട് മകളും ഒക്കെയാണുള്ളത്. എന്തായാലും ഇവരുടെ ഒരു ലൈഫ് എന്നുള്ളതാണ് ചിത്രത്തിലൂടെ കാണിച്ചു തരുന്നത്. അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ഇനി ഫിലിപ്സ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ടിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു നല്ല ചിത്രം എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതിൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടുകഥയൊന്നുമല്ല, യാഥാർത്ഥ്യത്തിൽ ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ട്രൂ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു കഥ തന്നെയാണ്. അതിനെ നല്ല രീതിയിൽ പ്രേക്ഷകരിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് പറയേണ്ടത് ഒരു 1-2-3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് തിരക്കഥാ വർക്ക് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഈ സിനിമ 1 മണിക്കൂർ 45 മിനിറ്റ് കണ്ടേ സഞ്ചരിക്കുന്നുള്ളൂ. ഈ ഒരു 1 മണിക്കൂർ 45 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ ഒരു ഫിലിപ്സിൻ്റെ മക്കൾ, അവരുടെ ഓരോരോ ഇമോഷൻസ്, ഇവരുടെ ലൈഫിൽ മൊത്തത്തിലുണ്ടാകുന്ന ഇൻസിഡൻസ്, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് നല്ല രീതിയിൽ തട്ടി എത്തുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇതിനേക്കാളൊക്കെ പുറമെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാനും സാധിക്കും. നമ്മുടെ ഒരു ഫാമിലിയിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. അത്തരത്തിൽ മനോഹരമായിട്ട് തന്നെ തിരക്കഥാകൃത്ത് ആ ഒരു കഥയെ പ്രസൻറ്റ് ചെയ്തു എന്നുള്ളിടത്ത് തന്നെയാണ് സിനിമയുടെ ആദ്യത്തെ ഒരു വിജയം എന്നുള്ളത്. കൂടാതെ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യവും വളരെ നീറ്റായിട്ടാണ് ആ ഒരു എഴുത്തുകാരൻ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അനാവശ്യമായിട്ടുള്ള ഒറ്റ ക്യാരക്ടേഴ്സോ ഒരു സിറ്റുവേഷനോ ഒന്നും തന്നെ കാണില്ല. അതൊക്കെ ആ ഒരു എഴുത്തിൻ്റെ മികവ് തന്നെയാണെന്ന് പറയാൻ സാധിക്കും. കൂടാതെ പെർഫോമൻസ് വൈസിൽ എല്ലാവരും ഗംഭീരമായിട്ടുള്ള ഇൻറ്റൻസീവായിട്ടുള്ള പ്രകടനം കൊടുത്തിട്ടുണ്ട്. മുകേഷ് ഏട്ടനാകട്ടെ, അല്ലെങ്കിൽ നോബിൽ ബാബു തോമസ് ആകട്ടെ, നവാനി ദേവനാഥ് ആകട്ടെ, അതുപോലെ തന്നെ ക്യൂൻ വിപിൻ എന്ന് പറയുന്ന ഒരു കൊച്ചു ആക്ട്രസ് ഉണ്ട്, അതാണ് ഇളയ മകളായിട്ട് എത്തുന്നത്. എല്ലാവരും ഗംഭീരമായിട്ടുള്ള പ്രകടനവും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇന്നസെൻ്റ് എന്ന് പറയുന്ന ഒരു കലാകാരൻ്റെ അവസാനത്തെ ചിത്രം കൂടിയാണ്. നൈസായിട്ടുള്ള ഒരു പ്രകടനം കൊടുത്തിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. അങ്ങനെ ഓവറോൾ പെർഫോമൻസും കൊള്ളായിരുന്നു. പിന്നെ ഈ ഒരു സിനിമയുടെ ഒരു സോൾ എന്നൊക്കെ പറയാൻ സാധിക്കുന്നത് ചിത്രത്തിൻ്റെ ഒരു മ്യൂസിക് വർക്കാണ്. ഹേഷാം അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ആളാണ് മ്യൂസിക് വർക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇന്ത്യൻ സിനിമയിൽ തന്നെ മികച്ച ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് അദ്ദേഹത്തെ പറയാൻ സാധിക്കും. എന്തായാലും അദ്ദേഹത്തിൻ്റെ വർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് സിനിമയ്ക്ക് ഒരുപാട് ഒരു മികവ് തട്ട് കൂട്ടിയിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. പിന്നെ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണമായിട്ട് എല്ലാം ഗംഭീരമായിരുന്നു. പിന്നെ സിനിമയുടെ ഡയറക്ഷനെ പറ്റിയും പറയണം. നിങ്ങൾക്കറിയാമല്ലോ, ഒരു സിനിമ എന്നുള്ളത് ഒരു ഡയറക്ടറുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യൂ എന്നുള്ളത് അല്ലെങ്കിൽ ആ വിഷൻ എന്നുള്ളത് വളരെ മനോഹരമായിരുന്നു. ഓരോ ഫ്രെയിംസും നല്ല മനോഹരമാക്കി പ്രേക്ഷകരെ ഒരു റിയാലിസ്റ്റിക് അല്ലെങ്കിൽ നമുക്കൊരു റിയാലിറ്റി ഫീൽ ചെയ്യും. ഓരോ ഫ്രെയിംസും ഓരോ സിറ്റുവേഷൻസും എല്ലാം തന്നെ നമുക്കൊരു റിയാലിറ്റി ഫീൽ ചെയ്യും. അതൊരു സിനിമ എന്നുള്ളൊരു തോന്നലില്ല. നമ്മൾ ആ ഒരു ഫിലിപ്സിൻ്റെ ഫാമിലിയൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കുടുംബമോ ഒക്കെ ആയിട്ട് നമുക്ക് തോന്നും. അതിന് തീർച്ചയായിട്ടും സംവിധായകൻ്റെ ഒരു സംവിധാന മികവിനെ പറ്റിയും ഒന്ന് പറയണം. ഓവറോൾ പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ഒന്നിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു കൊച്ചു നല്ല സിനിമയാണ്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. സോ നോ നെഗറ്റീവ്. ആരും തന്നെ കണ്ടിട്ട് അയ്യോ ഇത് എന്ത് അലമ്പ് പടാണെന്നൊന്നും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും കുടുംബവും കുട്ടികളും, ഞാൻ അതാണ് പറയുന്നത്. അത് എല്ലാവർക്കും ഇരുന്ന് കാണാമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു കൊച്ചു സിനിമയാണ്, നല്ല സിനിമയാണ്, ഒരു നന്മയുള്ള സിനിമയാണ്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു 7 out of 10 ആണ് നൽകുന്നത്, 10-7. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ, ബൈ.